നമ്മളൊരു എക്സ്പെക്ടേഷനിൽ നിന്ന് ഒരു റിയാലിറ്റിക്ക് വന്ന ഫീൽ ആയിരുന്നു കേട്ടോ. ഇനി ഇൻസ്പിറേഷൻ ഒന്നുമില്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്ത് തുടങ്ങിയ ചാനൽ സിംഗിളർ കമ്മിറ്റഡ് എന്നാണ് ചോദിച്ചത്. ഒരു ബിസിനസ് തുടങ്ങണം, അത് ഭയങ്കര ക്ലിക്ക് ആവണം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പറയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ ഇന്ന് Q&A ചെയ്യാൻ പോവാണേ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അല്ല, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എന്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഒരാളെന്നല്ല കുറച്ച് പേര് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കണേ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ കൊണ്ട് എനിക്ക് ഇവിടെ നോക്കണോ എന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണേ, കാരണം അറിയാലോ ഫസ്റ്റ് വീഡിയോ ആണ്. അതുപോലെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലാണ്, അതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ വോയിസ് ഒക്കെ ഞാൻ പറയണത് കുറച്ച് എന്താ പറയാ സൗണ്ട് കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ ഒന്ന് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അധികം നമുക്ക് വലിച്ചു നീട്ടി ഇതാക്കണ്ടല്ലേ, നമുക്ക് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ആൻസേഴ്സ് പറയാതെ ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ലൈക്ക് എന്റെ പേരെന്താ, വീട് എവിടെയാ, അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികം പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അതിന് ഒരു കോമൺ ആയിട്ടുള്ള ആൻസർ തന്നെ പറയാൻ കേട്ടോ. എന്റെ പേര് ആതിര എന്നാണ്, എന്റെ വീട് മലപ്പുറം കോട്ടയ്ക്കലാണ് കേട്ടോ. ഇവിടെ ഞാൻ ദാസറള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ബാംഗ്ലൂർ ദാസറള്ളിയിലാണ് കേട്ടോ. പിന്നെ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്, ഇപ്പൊ 3rd ഇയർ ആണ്, ഇനി ഒരു ഇയർ കൂടി ഉണ്ട്. അതാണ് കുറച്ച് കോമൺ ആയിട്ട് ഇങ്ങനെ വന്നേക്കണ ക്വസ്റ്റ്യൻസ് കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്ന് ആൻസർ പറഞ്ഞു. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റിയൽ നെയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ലിവിംഗ് വിത്ത് ആതിര എന്ന യൂട്യൂബ് ചാനൽ ഇട്ടത് കൊണ്ടാണ് റിയൽ നെയിം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. എന്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ആതിര തന്നെയാണ്. പിന്നെ അതിൽ തന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റൻ ആണ്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചാൽ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. എന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ എന്റെ അടുത്ത് അവർ തന്നെയാണ് ചാനൽ തുടങ്ങാനും അല്ലെങ്കിൽ വീഡിയോ ഇട്ടോ, നീ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞതും അച്ഛനും ചേട്ടനൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഫാമിലിയൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ആയിരുന്നേ. ചോദിച്ചിട്ടുണ്ട് എന്റെ ഏജ് കേട്ടോ, എനിക്കിപ്പോ 21 ആണ്. ഈ ഏപ്രിൽ എനിക്ക് 21. അടുത്ത ക്വസ്റ്റൻ ആണ്, വാട്ട് ആപ്പ് ഡു യു യൂസ് മോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതലും യൂസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം തന്നെയായിരിക്കും കേട്ടോ. കാരണം റീൽസും സ്റ്റോറീസും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് കൂടുതലും ആക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിലൊരു സെക്കൻഡ് ക്വസ്റ്റൻ ആണ്, ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കുറച്ചും കൂടി റീൽസും സ്റ്റോറീസും അതും ഇതൊക്കെ ആയിട്ട് ഇരിക്കുക. പക്ഷെ എനിക്ക് യൂട്യൂബാണ് ഇഷ്ടം, കാരണം എന്നെ 2-3 പേരൊക്കെ അറിയുന്നത് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലല്ല. അപ്പൊ എനിക്ക് യൂട്യൂബാണ് ഇഷ്ടം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ചും കൂടി ഇരിക്കുന്നല്ലാണ്ട് എനിക്കൊരു ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ അത് യൂട്യൂബ്. പിന്നെ ജേർണി ഓഫ് യൂട്യൂബ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് ജേർണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ്. ഞാൻ ഈ യൂട്യൂബിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഒരു ചാനൽ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ 2-3 പേരെന്നെ അറിയും, കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടാവും, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കാത്തൊരു പെട്ടെന്ന് എന്നാണ് പറയട്ടെ. ഇതാണോ ഇപ്പൊ പെട്ടെന്ന്, ഇത്ര ഉള്ളതാണോ നിന്റെ പെട്ടെന്ന് എന്നൊക്കെ ചോദിക്കണവരുണ്ടാവട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാനൊരു 60-70 വീഡിയോസ് ഇട്ടപ്പോഴേക്കും എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയി. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരു 10K സബ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ ടൈമിൽ ഞാൻ ശരിക്ക് എന്താ പറയാ, ഞാനായിട്ടൊരു സംഭവം ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു സംഭവം ചെയ്തിട്ട് ഇത്ര വലിയൊരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയെന്നൊക്കെ എനിക്ക് തോന്നിയൊരു ടൈമാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഒരു 16K ഫാമിലി ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കത് ആരോടും പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിലിരുന്ന് ഇങ്ങനെ പറയാനോ ഒന്നും പറ്റൂല കേട്ടോ. കാരണം ഒരു 10 പേര്, ഒരു 15 പേരെ എന്നെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷം. അതുപോലെ നിങ്ങൾ ഇപ്പൊ തന്നെയാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ ഒരു കുട്ടി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചുള്ളൂ. അതുപോലെ കുറെ കുട്ടികൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ, ചേച്ചിയുടെ വലിയ ഫാനാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കതൊക്കെ ആ ഒരു മെസ്സേജ് ഒക്കെ വരുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. എനിക്ക് അതൊന്നും പറഞ്ഞറിയിക്കാനൊന്നും എനിക്ക് പറ്റൂല കേട്ടോ. ഇനിയിപ്പോ ഒരു ജേർണി പറയാറൊക്കെ ഞാൻ ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ബാംഗ്ലൂർ വന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളിപ്പോ വീട്ടിലാവുമ്പോൾ നമുക്ക് അത് വേണം, ഇത് വേണം, അതുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ, ഇതുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ അതിന് കുറ്റം കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നേ പിന്നെ ഫുഡിന്റെ വാല്യൂ മനസ്സിലായി. അതായത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേവറേറ്റ് ഫുഡില്ല, എന്ത് കിട്ടിയാലും കഴിക്കാൻ പഠിച്ചു. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് വേണം, ആ ഒരു ഷോപ്പിൽ അത്, ഈ ഒരു കടയിൽ അത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും എരിവും പുളിയൊക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി, അതെന്നെ ഭയങ്കര വലിയ സംഭവം. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചേച്ചി നഴ്സിംഗ് പഠിക്കാൻ എളുപ്പമാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നഴ്സിംഗ് പഠിക്കാൻ എളുപ്പമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം, ഒട്ടുമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പെക്ടേഷനിൽ നിന്ന് ഒരു റിയാലിറ്റിക്ക് വന്ന ഫീൽ ആയിരുന്നു കേട്ടോ. എനിക്ക് എന്റെ ഒരു ഫസ്റ്റ് ഇയറിലൊക്കെ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എടുത്തപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു വന്നൊരു ഫീൽഡാണ് നഴ്സിംഗ്. ഞാൻ 10th കഴിഞ്ഞപ്പോഴാണെങ്കിലും +2 കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒക്കെ എനിക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു എന്താ പറയുക സബ്ജക്ട് അല്ല, ഒരു
ജോലി അല്ലെങ്കിൽ ഒരു ഇത് എന്നൊക്കെ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് പഠിക്കല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ കേട്ടോ. അത് എനിക്ക് തോന്നുന്നു എടുത്തവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാവും. അതിന് ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലായിടത്തും അങ്ങനെ ഞാൻ തോന്നുന്നു. കാരണം നമുക്ക് കെയർ പ്ലാൻ, അസൈൻമെന്റ്, വൈവ, ഇന്റേണൽ എക്സാം, എക്സ്റ്റേണൽ, പിന്നെന്താ മെയിൻ എക്സാം, സെം എക്സാം, അങ്ങനെ കുറെ എക്സാംസ്, കുറെ അസൈൻമെന്റ്സ്, ഉറങ്ങാതെ എന്താ പറയാ നമ്മളൊന്നും വിചാരിച്ച പോലെയല്ല. ഞാൻ ഒട്ടും വിചാരിച്ച പോലെയല്ല കേട്ടോ എന്റെ ഒരു നഴ്സിംഗ് ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ച നഴ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്താ പറയാ മടുക്കും നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരു ഫസ്റ്റ് ഇയറിലൊക്കെ വന്ന ഒരു കുട്ടിക്ക് സെക്കൻഡ് ഇയറിലേക്കൊക്കെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ ഭയങ്കര ടൈമും അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഭയങ്കര ഇതുപോലെ ആവും കേട്ടോ. ഇപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർത്ത് ഇയർ ഒക്കെ എങ്ങനെയെങ്കിലും ആയിട്ട് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. കഴിഞ്ഞ് കിട്ടിയ ജോലി കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ. ഇനിയിപ്പോ ഒരു ഇയറും കൂടി ഉള്ളോ പഠിക്കാം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് ഈ ജോബ്. പക്ഷേ പഠിച്ചു തീർക്കാനും എഴുതാനും ഇതിന്റെ ഒക്കെ ഒരു ടൈം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നഴ്സിംഗ് എടുക്കുന്നവര് എല്ലാം ആലോചിച്ചിട്ട് എല്ലാം അറിഞ്ഞിട്ട് ഒക്കെ അഡ്മിഷൻ ഒക്കെ എടുക്കുക. അതെനിക്ക് പറയുള്ളൂ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ 1 മിനിറ്റ് റീൽസ് കാണുന്ന പോലെ അല്ലെങ്കിൽ ഷോർട്സ് കാണുന്ന പോലെ ഒന്നും ഒരു എളുപ്പമല്ല. നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാൽ തന്നെയാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ എടുക്കണവരൊക്കെ സൂക്ഷിച്ചെടുത്തോളാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി എന്തോന്ന് വിശേഷം, സുഖല്ലേ, ഹോസ്റ്റൽ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്, എന്റെ നെയിം വീഡിയോയിൽ പറയോ, ആയിഷ എന്നാണ് പേര്, ലവ് യു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആയിഷ ഹായ്. ആയിഷ ചോദിച്ചത് ഹോസ്റ്റൽ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എന്നാട്ടോ. ഹോസ്റ്റൽ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഹോസ്റ്റലിലത്തെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ അതിന്റെ ഇടയിൽ കമന്റ് ചെയ്യും ഹോസ്റ്റൽ ലൈഫൊക്കെ അടിപൊളിയാണല്ലേ, സൂപ്പർ ആണല്ലേ എന്നൊക്കെ. പക്ഷെ ഗൈസ് അങ്ങനെയൊന്നല്ല. ഇപ്പോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടും വിചാരിച്ചിട്ട് ഹോസ്റ്റൽ ലൈഫ് അടിപൊളിയാവും അങ്ങനെയല്ല കേട്ടോ. ഹോസ്റ്റൽ ലൈഫിൽ നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. നമ്മളിപ്പോ വീട്ടിലാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എല്ലാവരും ഉണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോണ കാര്യം അത് തന്നെയാവും കേട്ടോ. ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഒരു ഡ്രസ്സ് വാഷിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇങ്ങനെ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക. നമ്മൾ വിചാരിക്കും അതൊക്കെ ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമാണ്, അങ്ങനെ തന്നെ വേണം. പക്ഷേ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതായത് വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് അത്ര അടിപൊളിയൊന്നല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാം. അത്ര മോശമല്ല, അത്ര അടിപൊളിയല്ല, കുഴപ്പമില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൽ ചോദിച്ച എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. വേറൊന്നല്ല, സിംഗിൾ ഓർ കമ്മിറ്റഡ് എന്നാണ് ചോദിച്ചേക്കണേ. അത് കുറെ ഇതില് 40 പേര് ഇട്ടുണ്ടെങ്കിൽ അതിലൊരു 38 പേരും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും, സിംഗിൾ ഓർ കമ്മിറ്റഡ് എന്ന്. ഇതിനിപ്പോ ഞാൻ നിങ്ങളോട് എന്താ പറയാ, ഞാൻ അല്ല സിംഗിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആണോ അങ്ങനെയാണോ, കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ, എന്താ, എങ്ങനെയാ. അപ്പൊ എനിക്ക് നിങ്ങൾ ഗസ് ചെയ്യുക, എന്താ നിങ്ങൾക്ക് തോന്നണേന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നണേ, എങ്ങനെയാണ്, എന്താണെന്ന്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹായ് ചേച്ചിയെ, സിംഗിൾ ഓർ കമ്മിറ്റഡ്, ചേച്ചിയുടെ അംബിഷൻ വെച്ചിട്ടുണ്ട്. അടുത്ത് അംബിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അങ്ങനെ വലിയ അംബിഷൻസ് ഒന്നും ഇല്ല. ഒരു ജോലി കിട്ടണം, ഇൻഡിപെൻഡന്റ് ആവണം, അങ്ങനത്തെ വലിയ അംബിഷൻസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിക്ക് എത്താം. അതാണ് ഇപ്പോഴും അംബിഷൻ, അല്ലാണ്ട് വേറെ വലിയ അംബിഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഏജ് ഞാൻ പറഞ്ഞു 21. ലോങ് വീഡിയോസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല, ചെയ്യാം. എനിക്കിങ്ങനെ ലോങ് വീഡിയോസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും അറിയത്തില്ല. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ആണ്. ഇനിയിപ്പോ നോക്കട്ടെ, ഞാൻ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എന്താ പറയാ ഇടാനൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം കേട്ടോ. വേറെ ഒന്നും ചോദിക്കാനില്ല. യു ആർ മൈ ഫേവറേറ്റ് യൂട്യൂബർ, കീപ് ഗോയിങ് ചേച്ചി. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് കേട്ടോ. ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ പോലെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം, ഇൻഡിപെൻഡന്റ് ആവണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എന്താ പറയാ ഈ സ്വന്തം കല്ലിൽ നിൽക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവണം. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്തിട്ട് അവിടെ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ പാരന്റ്സിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻ. അല്ലാതെ വലിയ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും എനിക്കില്ല. ഇങ്ങനെ ഈ ഒരു ജോബിൽ തന്നെ പോയിട്ട് അങ്ങനെ ഒരു എന്താ പറയാ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഹോസ്റ്റൽ ലൈഫ് ആൻഡ് കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് പറയാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റൽ ലൈഫും കോളേജ് ലൈഫും അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നഴ്സിംഗിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ, ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. നമുക്ക് അതൊരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം. ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ പറഞ്ഞാൽ തീരൂല, അതാണ് കേട്ടോ സംഭവം. ഇനി ഞാൻ അതും കൂടി ഇതിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ ലാഗായിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് കുറച്ചും കൂടി ലാഗായി പോകും. അപ്പോൾ അങ്ങനെ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും, നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാതെ. ക്വസ്റ്റ്യൻ, ചേച്ചി യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇൻസ്പിറേഷൻ ഒന്നുമില്ല.
എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്ത് തുടങ്ങിയ ഒരു ചാനലാണ് ഇത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു, വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. അതായത് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് തുടങ്ങിയ ഒരു ചാനൽ. അതെവിടെ എത്തിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ഡെയിലി എന്താ പറയാ വീഡിയോസ് ഇടില്ല, ഒന്നും ഇടില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടും, അത്ര തന്നെ. അപ്പൊ ഞാൻ ആ ടൈമിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ എന്താ പറയാ ചാനൽ കൊണ്ട് നടക്കായിരുന്നു, ഡെയിലി വീഡിയോസ് ഇടായിരുന്നു, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് എന്താ പറയാ അതിന്റെ ഒരു ടൈം ആയിപ്പോ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് ഇത്. അല്ലാതെ വലിയ ഇൻസ്പിറേഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ തുടങ്ങിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും ചെയ്യാലോ, വെറുതെ ഇരിക്കല്ലേ എന്തായാലും, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഹോസ്റ്റൽ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റൽ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയാണ്. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോ ഇടുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ അവര്. ഇപ്പൊ ഹോസ്റ്റൽ ഫ്രണ്ട്സ് ഒന്നും കുഴപ്പമില്ല, ഗുഡ് ആണ്. പിന്നെ അതുപോലെ ചേച്ചിനെ ആരാ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരാ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പറയാണ് അത് ചെയ്യണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റൂലല്ലോ. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനും ചേട്ടനൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അവര് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റൂല. അവര് ചെയ്തോ കുഴപ്പമില്ല, നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നീ ചെയ്തോ. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് അതിൽ നമുക്കൊന്നും പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതിൽ തന്നെ നമുക്കൊരു കോൺഫിഡന്റ് ആണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും എന്ന് തോന്നുന്ന രീതിക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്യണത് എന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. എന്റെ വീട്ടിൽ നിന്നും പിന്നെ കുറച്ച് 2-3 ആൾക്കാർ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പൊ ആ കുറച്ച് ആൾക്കാരും കൂടിയിട്ടാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യണത് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ Q&A സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറെ പേരുടെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എല്ലാവരുടെയും അത്യാവശ്യം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്തവരൊന്നും വിഷമിക്കേണ്ട, കമന്റ് ചെയ്താൽ മതി. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അടുത്ത് തന്നെ വലിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ല, നഴ്സിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്നതിന് അല്ലെങ്കിൽ ഞാൻ പറയണത് കേട്ടിരുന്നതിന് ഒരു വലിയ താങ്ക് യു കേട്ടോ. ഞാൻ എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും ഒക്കെ ഒരു വലിയ താങ്ക് യു. ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവരും ചാനൽ ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.